നല്ല ഒന്നാം തരം ഡേറ്റ്സ് ലെമൺ പിക്കിള് തയ്യാറായിട്ടുണ്ട്. അധികം പുളിപ്പം ഉണ്ടാവില്ല, എന്നാൽ അത്യാവശ്യം മധുരത്തോടു കൂടി നല്ല ഒന്നാം തരം ഒരു അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ നാരങ്ങയും ഡേറ്റ്സും ചേർത്തിട്ട് നല്ല ഒന്നാം തരം ഒരു അച്ചാർ നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാം. എന്നാൽ നമ്മുടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാമാണ്. ഇത് സീഡ്ലെസ് ആണ്. ഞാൻ സീഡ്ലെസ് വാങ്ങിച്ചിട്ട് മുറിച്ചെടുത്തതാണ്. നമ്മൾ അല്ലാത്ത ഡേറ്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ നാരങ്ങയൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി കുക്കറാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഞാനിതിൽ ഒന്ന് ആവി കയറ്റി എടുക്കാൻ പോവുകയാണ്. നാരങ്ങയെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞാൻ ഇതിലേക്കൊരു 3 ഗ്ലാസ് വെള്ളം അതിൻ്റെ അടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയും മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ആവി കയറി കിട്ടും. അധികം സമയമൊന്നും എടുക്കത്തില്ല. നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മൾ നാരങ്ങ മൂടി വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നാരങ്ങയൊക്കെ നന്നായിട്ട് ആവി കയറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. നാരങ്ങ ഒന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ഒന്ന് അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഒരുപാട് ദിവസമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ്. ഇതിൽ ഫുള്ള് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഒരു തുടം വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ അല്ലികളൊക്കെ കുറച്ച് വലിയ വലിപ്പമുള്ള അല്ലികളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡേറ്റ്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരു ഇല്ലാതെ വേണം കേട്ടോ എടുക്കാൻ, അത് മറന്നു പോകരുത്. നമ്മുടെ ഈന്തപ്പഴമൊക്കെ ഡേറ്റ്സൊക്കെ നന്നായിട്ട് വഴണ്ട് കണ്ടോ, അത് ഒരുമിച്ചൊരു കൂട്ടമായിട്ടൊക്കെ കിട്ടും നമുക്ക്. കണ്ടോ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം. നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. കണ്ടോ, ഇനി അതേ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 to 4 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് കടുകാണ്. കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു അല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ എടുത്തിട്ടുള്ള അച്ചാറിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്താൽ ലോ ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കഷ്ണം കായം കൂടി ചേർക്കുന്നുണ്ട്. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. കണ്ടോ, ഞാൻ 1 ഗ്ലാസ് നിറച്ചെടുത്തിട്ടില്ല. ഇത്രയും വിനാഗിരിയാണ് ഞാൻ ചേർക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആ ഗ്രേവി ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാനൊരല്പം കൂടി ചേർക്കുന്നുണ്ട്. ഗ്രേവി തിളച്ച് വന്നാൽ ഉടനെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ഡേറ്റ്സും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമ്മളിത് മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള നാരങ്ങ, അത് അതിനകത്ത് നിറങ്ങിയ വെള്ളം കേട്ടോ, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ കായം കട്ടയ്ക്കാണ് ചേർക്കുന്നതെങ്കിൽ അത് അലിയാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അല്ലെങ്കിൽ പൊടിക്കായം ആണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നാരങ്ങയൊക്കെ നല്ല വെന്ത നാരങ്ങയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അച്ചാർ തയ്യാറായി. ഇന്നത്തെ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കിടിലൻ അച്ചാറാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.